എല്ലായ്പ്പോഴും പ്രിയപ്പെട്ട ജാനിക്കൊപ്പം ഇരിക്കാനായിരുന്നു ഉഷ ഉതുപ്പിനിഷ്ടം. എന്നാൽ ചിലപ്പോഴൊക്കെ ഇരുവർക്കും പിരിഞ്ഞിരിക്കേണ്ടതായും വന്നു. ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടുമ്പോഴൊക്കെ അവർ എഴുപതുകളിലെ ആ പ്രണയ വസന്തത്തിൽ എന്നതുപോലെ തളിർത്തു, പൂവിട്ടു, സുഗന്ധം വീശി. 53 വർഷത്തെ പ്രണയകാലത്തിന് ശേഷം ഇരുവരുടെയും പ്രിയപ്പെട്ട കൊൽക്കത്ത നഗരത്തിൽ വെച്ചാണ് ഉഷയെ തനിച്ചാക്കി ഇപ്പോൾ ജാനി വിട പറഞ്ഞിരിക്കുന്നത്. TV കാണുന്നതിനിടെ ദേഹാസ്വസ്ഥ ഉണ്ടായതോടെ സമീപത്തെ ആശുപത്രി പ്രവേശിപ്പിക്കുകയും മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഉഷ വളർന്നത് മുംബൈയിലാണ്. എന്നാൽ ഉഷയിലെ ഗായികയ്ക്ക് ജന്മം നൽകി വളർത്തിയത് കൊൽക്കത്ത നഗരവും. ഉഷയെ സംബന്ധിച്ച് കൊൽക്കത്ത നൽകിയ നേട്ടങ്ങൾ ചെറുതല്ല. ഗായിക എന്ന നിലയിൽ പേരെടുത്തു എന്നതിലുപരി സ്വകാര്യ ജീവിതത്തിലെ സന്തോഷങ്ങളും സമ്മാനിച്ച നഗരം. 1969 കൊൽക്കത്തയിലെ നിശ ക്ലബ്ബുകളിൽ പാടുന്നതിനിടെയാണ് ഉഷയും ജാനി ചാക്കോ ഉതുപ്പും ആദ്യമായി കണ്ടുമുട്ടുന്നത്. ക്ലബ്ബിൽ ലൈവ് പാടിക്കൊണ്ടിരുന്ന ഉഷയെ ജാനി ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഉഷയെ കാണാൻ വേണ്ടി മാത്രം ക്ലബ്ബിലെ പതിവ് സന്ദർശകനായി അദ്ദേഹം. ഒടുവിൽ ഇരുവരും നല്ല സൗഹൃദത്തിലുമായി. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ജാനി കൂടെ വേണമെന്നും ജാനിയില്ലാതെ ജീവിക്കാനാകില്ലെന്നും തിരിച്ചറിഞ്ഞ ഉഷ ഒരു ദിവസം ജാനിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. കേട്ട മാത്രയിൽ ജാനി സമ്മതം പറഞ്ഞു. പിന്നീടിങ്ങോട്ട് ഇരുവരുടെയും പ്രണയത്തിന്റെ പൂക്കാലം. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉഷ വേദികളിൽ പാടിയപ്പോൾ കാണികളെ നോക്കിയില്ല. മറിച്ച് ആ കണ്ണുകൾ ചെന്നുടക്കിയത് കാണികളിൽ ഒരാളായി മുൻനിരയിലിരുന്ന ജാനിയിലായിരുന്നു. വേദിയെ ഹരം കൊള്ളിച്ച് നൃത്തം ചെയ്യിച്ച് ആവേശത്തിമിർപ്പിൽ ഉഷ പാടുമ്പോഴും ഒരു മധുര മനോഹര പ്രണയഗീതം ഇരുവരും ഹൃദയത്തിൽ എഴുതി ചേർത്തു. സണ്ണി, യെസ്റ്റർഡേ മൈ ലൈഫ് വാസ് ഫിൽഡ് വിത്ത് റെയിൻ. ഉഷ എല്ലായ്പ്പോഴും ജാനിക്ക് വേണ്ടി പാടിക്കൊടുക്കുവാൻ ഇഷ്ടപ്പെട്ട ഗാനം അതായിരുന്നു. ആ പാട്ടിനോടുള്ള പ്രണയം കൊണ്ട് ഒരിക്കൽ ഉഷ ജാനിയോട് പറഞ്ഞു, നമ്മൾ വിവാഹം കഴിക്കുകയും നമുക്കൊരു മകനുണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും അവന് സണ്ണി എന്ന് പേര് നൽകണം. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. 1971 ഉഷയും ജാനിയും വിവാഹിതരായി. വിവാഹശേഷം ഇരുവർക്കും 2 മക്കളുണ്ടായി. മകനെ അവർ ആഗ്രഹിച്ചതുപോലെ സണ്ണി എന്ന് പേര് നൽകി. മകൾ അഞ്ജലി. ഇന്ന് പ്രിയപ്പെട്ട ജാനി ഉഷയുടെ ജാനേമൻ വിടുവാങ്ങുമ്പോൾ സിനിമാ സംഗീത രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം അറിയിക്കുകയാണ്. മകൾ അഞ്ജലി ഉതുപ്പാണ് ജാനി ചാക്കോ ഉതുപ്പിന്റെ വിയോഗ വാർത്ത ഔദ്യോഗികമായി പുറത്തുവിട്ടത്.